വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മട്ടൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണത്. ഗീ റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു നല്ല കുറുമയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്യുന്ന കാര്യം കൂടി വിട്ടുപോകരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അതിനായിട്ട് ആദ്യം നമ്മൾ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് കുക്കറിൽ ഞാനിപ്പോൾ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൽ വേവിച്ചെടുക്കുക. ആദ്യം ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. ഉപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ മട്ടൻ വെന്തതിന് ശേഷം ചേർത്താലും മതി കേട്ടോ. ചിലപ്പം ഉപ്പിട്ട് കഴിഞ്ഞാൽ മട്ടൻ വേകാൻ കുറച്ച് താമസമാവും. അങ്ങനെയാണെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മട്ടൻ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. ആദ്യം ഏലക്ക ഇട്ടു, പിന്നെ പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഈ കസ്കസ് ഒന്ന് പൊട്ടി വരും. നമ്മളിപ്പോൾ സാധാരണ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമല്ലോ, അതുപോലെ ഒന്ന് പൊട്ടി ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം മിക്സഡ് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്പൈസസിൻ്റെ കൂടെ തന്നെ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു 4-5 സ്പൂണൊക്കെ തേങ്ങ ചിരവിയത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുണ്ട്. ഇളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കൊരു കടായി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയൊരു സവാള എടുത്തത് അത് ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. അതിനുശേഷം ഒരു തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മൂപ്പിച്ചെടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ആ മസാലക്കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു തേങ്ങയുടെ ഒരു പച്ച മണമൊക്കെ മാറണമല്ലോ, അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ, ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വന്നോട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി വേറെ മല്ലിയിലയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കസ്കസ് ചേർക്കുമ്പോൾ ഗ്രേവി പെട്ടെന്ന് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ അധികം ഗ്രേവിയോട് കൂടിയിട്ടല്ല ഈ കറി എടുത്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നേരത്തെ തന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ എരിവിന് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ, മുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.